ഒരു 1500-2000 ഒക്കെ മാക്സിമം വന്നിട്ടുള്ളൂ. അപ്പോൾ അത് കൊടുക്കാൻ കഴിവില്ലാത്തതായിട്ട് ഏതെങ്കിലും അത് കൊടുക്കാൻ കഴിവില്ലാത്ത ആളുകൾക്ക് ഈ ചില ആളുകൾക്ക് പണം മുഴുവൻ കൊടുക്കാൻ താല്പര്യമാണ്, അവരുടെ ഗുണഭോക്താവിൻ്റെ അധ്വാനം കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അവർ 2000 രൂപ അല്ലെങ്കിൽ 1500 രൂപ ആവശ്യമുണ്ടെങ്കിൽ അവർ 1500 രൂപയും അടച്ചു കൊടുത്തു. അപ്പോൾ ഇവിടെ ആ ബാലൻസ് അങ്ങനെ ഇല്ലാത്ത ആളുകൾ അത് ബാലൻസ് പരിഹരിക്കപ്പെട്ടു. ഇത്തരം പദ്ധതികൾ സാധാരണ വരാവുന്ന അല്ലെങ്കിൽ വരാറുള്ള ഒരു പ്രശ്നം, പദ്ധതി തുടങ്ങുന്ന സമയത്ത് ഫണ്ടും എല്ലാം ഉണ്ട്, അത് കഴിഞ്ഞ് ചിലപ്പോൾ പമ്പ് കേടാവും, അല്ലെങ്കിൽ മോട്ടർ കത്തിപ്പോയി റീവൈൻഡ് ചെയ്യണം, അതിനൊക്കെയുള്ള റിപ്പയർ കോസ്റ്റ് നിങ്ങൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ അതിൻ്റെ കാര്യം ജലനിധി പദ്ധതിയുടെ ഒരു പ്രത്യേകത, അത് നടപ്പാക്കി കൊടുത്താൽ ആ ഗുണഭോക്തൃ സംഘത്തിന് കൊടുത്താൽ പിന്നെ അതിൻ്റെ മെയിൻ്റനൻസ് എല്ലാം അവർ തന്നെയാണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ അതിനിപ്പോൾ ചെയ്യുന്നൊരു മാർഗം, ഞങ്ങൾ വാർഡ് തലത്തിലും പ്രത്യേകിച്ച് ആ തലത്തിലുള്ള എല്ലാ ഗുണഭോക്തൃ സംഘങ്ങളെയും വിളിച്ചു ചേർത്ത് നിലനിർത്തിക്കൊണ്ട് പോകാനും അവരുടെ കുടിവെള്ളത്തിന്റെ ആവശ്യമായത് മാസത്തിൽ ഒരു ചെറിയ നിക്ഷേപങ്ങളുണ്ട്. ഇത് ഗുണഭോക്തൃ സംഘങ്ങളാണ്. അതേ ചോദിച്ചത്, അവർ പ്രത്യേകം തുക മാറ്റി വെക്കുന്നുണ്ടോ? ഉണ്ട്, തുക മാറ്റി വേണ്ടിയിട്ട്. എത്ര ഈ ഗുണഭോക്തൃ സംഘങ്ങൾ ഇപ്പോൾ 50 രൂപ വെച്ചാണ് ഒരു കുടുംബത്തിന് കറണ്ട് ചാർജ് അടയ്ക്കേണ്ടി വരുന്നതെങ്കിൽ അവർ 100 രൂപ വെച്ച് മാസം പിരിക്കുന്നുണ്ട്. അപ്പോൾ 1200 രൂപ പ്രതിവർഷം ഉണ്ടാകും. അതിൽ നിന്ന് അവരുടെ മെയിൻ്റനൻസ് കോസ്റ്റ് അവർക്ക് പരിഹരിക്കാൻ കഴിയും. വെരി ഗുഡ്. എനിക്ക് ഇതിലറിയാനുള്ളത് ആദിവാസികളുടെ അടുക്കള കുടിവെള്ളം എത്തിക്കുന്നതിന്റെ, ആദിവാസികൾക്ക് വേണ്ടി ഞങ്ങൾ സ്വന്തം ഫണ്ട്, പഞ്ചായത്തിന്റെ തനത് ഫണ്ട് തന്നെ അടച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവിടെ പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചു. അതുമാത്രമല്ല അവരുടെ ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങളും, ഒരു ആദിവാസി കോളനി മാത്രമേ ഞങ്ങൾക്കുള്ളൂ, 59 കുടുംബങ്ങളാണ് അവിടെ ഉള്ളത്. ആ കുടുംബങ്ങളിൽ അവരുടെ സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ, അവിടെ നിരവധി ക്യാൻസർ രോഗികളുണ്ടായിരുന്നു, പുകയിലയും ഉപയോഗിച്ചതിൻ്റെ പേരിലും മദ്യപാനത്തിൻ്റെ പേരിലും നിരവധി രോഗികളുണ്ടായിരുന്നു. അവരെ കണ്ടെത്തുകയും എല്ലാ മാസവും അവിടെ സെമിനാർ നടത്തുകയും അവർക്ക് വേണ്ടി ഒരു കുടുംബാരോഗ്യ കാർഡ് ഞങ്ങൾ നിലനിർത്തിയിരിക്കുക. ഈ കാർഡിൽ എല്ലാ മാസവും ഡോക്ടർ പോവുകയും പരിശോധിക്കുകയും ആരോഗ്യ പ്രവർത്തകരും ആശാമാരും ഒക്കെ അവിടെ പോവുകയും ചെയ്യുന്ന, ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അങ്ങനെ ഒരു ആദിവാസികൾക്ക് വേണ്ടി ഒരു പ്രത്യേക പദ്ധതി ഞങ്ങൾ സംരക്ഷ എന്ന പേരിൽ നടത്തുന്നുണ്ട്. കുടിവെള്ളവും അവിടെ എല്ലാ കുടുംബങ്ങളും കുടിവെള്ളം കൊടുക്കുന്നുണ്ട് പഞ്ചായത്ത്. കാർഷിക മേഖലയിലോട്ട് വരുമ്പോൾ ഒരുപക്ഷെ ഇടുക്കി ജില്ല ലോകപ്രസിദ്ധമായിട്ടുള്ളത് അവിടുത്തെ കുരുമുളകിൻ്റെയും ഏലത്തിൻ്റെയൊക്കെ പേര്. അതിനെക്കുറിച്ച് താങ്കളൊന്നും പറഞ്ഞില്ല. കുരുമുളകിന് വ്യാപകമായ തകർച്ച അവിടെ ഉണ്ടായിരുന്നു ദുരിതവാട്ടം മൂലം. എന്നാൽ അത് രണ്ടാമത് പഞ്ചായത്ത് തന്നെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം കാർഷിക നഴ്സറി കുടുംബശ്രീ വഴി നടപ്പാക്കുകയും ഞങ്ങൾ നേരത്തെ കുരുമുളക് തൈകൾ അവിടെ നഴ്സറി വഴി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏലത്തൈകളും അങ്ങനെ വിതരണം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോപ്പ് പ്രൊഡക്ഷൻ ഫോർ ഇൻസ്റ്റൻസ്, അതിന്റെ മാർക്കറ്റ് ഡിമാൻഡ് എന്താണ്? അത് നിങ്ങൾ എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? അതിന്റെ മാർക്കറ്റ് ഗ്യാപ്പ് എന്തെങ്കിലും ഉണ്ടോ? ഈ കയറ് ഞങ്ങളുടെ നാട്ടിൽ ഇവിടെ പറഞ്ഞതുപോലെ കുരുമുളക് ധാരാളം കൃഷി ചെയ്യുന്ന പ്രദേശമായതുകൊണ്ട് ഈ കയറ് ഉൽപ്പാദിപ്പിക്കാൻ അവിടെ തന്നെ കയറ് പിരിച്ച് അവിടെ തന്നെ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു കുടുംബശ്രീയുടെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന നിലയിലാണ് ഞങ്ങളത് പരീക്ഷണാർത്ഥം എടുത്തതാണ്. യഥാർത്ഥത്തിൽ വളരെ പ്രയോജനകരമാണ്. ഒരു കുടുംബത്തിലെ ആളുകൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പോലെ 125 രൂപ വേതനം കൊടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത്. അവർക്ക് അതിൻ്റെ ലാഭവുമുണ്ട്, വളരെ ഭംഗിയായി ചെയ്യുന്നു. കുരുമുളകിൻ്റെ ഈ കുരുമുളക് കൊടിയുടെ മുരിക്ക് വെട്ടുന്ന സമയത്ത് ഈ കയറിന് വളരെ ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിന്നും കയറ് വാങ്ങിക്കേണ്ട ആ പ്രദേശത്ത് ആവശ്യമായ മുഴുവൻ കയറോടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ലെങ്കിലും അതുകൊണ്ട് അവർക്ക് സ്വയം തൊഴിലുണ്ടാകുന്നുണ്ട്. അവിടെയും കയർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്ന് ബോധ്യപ്പെടുത്താനും ഞാൻ കഴിയുന്നുണ്ട്. കൃഷിക്കാർക്ക് പ്രയോജനകരവുമാണ്. ആവശ്യത്തിന് ഈ സാധനം ക്വാളിറ്റിയുള്ള കയർ കിട്ടുകയും ചെയ്യും. ആസ് യൂഷ്വൽ നമുക്ക് ജഡ്ജസിലേക്ക് പോകാം. ജഡ്ജസിന് എന്താ പറയാനുള്ളതെന്ന് RVG സർ. വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് മുഖ്യ പദ്ധതിയായി മുൻപോട്ട് വെച്ച കുടിവെള്ള വിതരണം വളരെ നല്ല രീതിയിൽ നടത്തുന്നു. ജലനിധി എല്ലാ ജനങ്ങളുടെയും പങ്കാളിത്തത്തോടുകൂടി എല്ലാവർക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. അതിൻ്റെ മെയിൻ്റനൻസും നന്നായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഭാവിയിലുണ്ടാകാവുന്ന തകരാറുകൾ മുൻകൂട്ടി പ്രതീക്ഷിച്ച് അതിനും കൂടി നമ്മൾ മുൻകരുതൽ ചെയ്തില്ല എങ്കിൽ പിന്നീട് പ്രശ്നമാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ 15-ൽ 11.5 മാർക്ക് നൽകുന്നു. 15-ൽ 12 മാർക്ക്. 10-ൽ 7. ഹെയ്ലി സർ. 10-ൽ 7 മാർക്ക്. 10-ൽ 6 മാർക്ക്. അപ്പോൾ വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെ ടോട്ടൽ മാർക്ക് 43.5, 43.5 മാർക്ക് ഔട്ട് ഓഫ് 60. നിങ്ങൾ വെള്ളത്തൂവലിന്റെ വികസനത്തിന്റെ ചരിത്രം മുഴുവൻ കണ്ടു. നിങ്ങൾക്കും ഇവരെ സപ്പോർട്ട് ചെയ്യാം. സപ്പോർട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ഇതാണ്: GKE സ്പേസ് VTL സ്പേസ് എത്ര മാർക്കാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്രയും ഔട്ട് ഓഫ് 10 ടു ദിസ് നമ്പർ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ യാത്ര അനുസ്യൂതം തുടരുകയാണ്. ഈ യാത്രയിൽ ഓരോ പടി മുന്നിലേക്ക് പോകുമ്പോഴും ഇന്ദ്രജാലങ്ങളാണ് സംഭവിക്കുന്നത്. ഓരോ കുഞ്ഞു കുഞ്ഞു ഗ്രാമപഞ്ചായത്തുകളും കൈക്കുടന്ന് നിറയെ ഇന്ദ്രജാലങ്ങളുടെ വിരുന്നൊരുക്കുകയാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഒരുപക്ഷെ നാളെ ലോക ജനതയ്ക്ക് മുഴുവൻ മാതൃകയായേക്കാം ഇതൊക്കെ. ഗ്രീൻ കേരള എക്സ്പ്രസ്.
നമുക്ക് സ്വാഗതം ചെയ്യാം തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിനെ. യുഗപുരുഷനായ ശ്രീനാരായണ ഗുരുദേവൻ ജന്മം കൊണ്ട് പരിപാവനമായ വയൽവാരത്ത് വീട് ശ്രീകാര്യം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പണ്ട് രാജഭരണകാലത്ത് കാര്യനിർവഹണ സ്ഥലമായതിനാലാണ് ഇതിന് ഈ പേര് വന്നത്. ഞങ്ങൾ വിദ്യാഭ്യാസത്തിനും കാർഷിക മേഖലയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അധ്യാപകരുടെ ഒരു പാനൽ തന്നെയുണ്ട്, 25 പേരടങ്ങിയ ഒരു പാനൽ തന്നെയുണ്ട്. കുമാരി സുരക്ഷ, കുമാരന്മാർക്ക് വേണ്ടി സുരക്ഷ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. മണ്ണിൽ തെളിവിണ്ണിൽ കരിമൂടിയാകെ നിറഞ്ഞൊരു കാലം, ജീവൻ പിറയോലും ഒരു കെടുകാലം. കുന്നും പുഴമണലും ചെറുനാണയത്തിനു വിത്തു തുലയ്ക്കും നെഞ്ചിൽ കനിവില്ലാത്തൊരു കളിയല്ലോ. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിനു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. ചെറുനേരം കഴിയാനായി വീണു കിട്ടിയ വരവിനു നാം പോകുമ്പോൾ കൈമാറിപ്പോവേണം. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. കുഞ്ഞിക്കാലാലിന്നീ മുറ്റത്തോടുന്നോ കുഞ്ഞുങ്ങൾക്കായി നാം ഈ ലോകം നൽകേണ്ടേ. ഇതു ഭൂമിയൊരേ ഒരു ജീവകലാവേദി, ജലവായുവിധാനമിണങ്ങിയ മലർവാടി. ചിരമിത്ര പരസ്പര ബന്ധിതമാണെല്ലാം, ഇതിൽ നാം ഇഴ ചേർന്നവർ താളതരംഗങ്ങൾ. ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.